ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഒരു മൂന്നാറിലെ യാത്രയോടു കൂടിയാണ് അളകാപുരി തറവാട് തന്നെ തകർന്നടിഞ്ഞു പോയത്. ഒരു മൂന്നാർ യാത്ര പോയതിനു ശേഷം ആരും പ്രതീക്ഷിക്കാത്ത പല രഹസ്യങ്ങളും പല സത്യങ്ങളും അളകാപുരിയിൽ എല്ലാവരും തിരിച്ചറിഞ്ഞു. ആരൊക്കെ ഒരു ആപത്ത് വരുമ്പോൾ സൂര്യനാരായണന്റെ കൂടെ കാണുമെന്ന് പോലും സൂര്യ തിരിച്ചറിഞ്ഞ നാളുകളായിരുന്നു ഇത്രയും ദിവസം എന്ന് പറയുന്നത്. ഇനി എന്തായാലും സൂര്യ വിട്ടുകൊടുക്കാനായിട്ട് പോകുന്നില്ല. ഒരു വട്ടം വിട്ടുകൊടുക്കാതെ തന്റെ മകനും മരുമകൾക്കും വേണ്ടിയിട്ട് നിന്നപ്പോ എല്ലാവരും സൂര്യയെ ചവിട്ടി താഴ്ത്തി. അവസാനം ആ ഒരു ആധാരം പോലും റദ്ദ് പതിപ്പിച്ച് തന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് സൂര്യ പിടിച്ചു നിന്നു. പക്ഷേ ആ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഒരു നോക്ക് കാണാൻ പോലും സ്വന്തം ഭാര്യ വന്നില്ല എന്ന ആ ഒരു സത്യം സൂര്യ തിരിച്ചറിഞ്ഞു. ഇനി എന്തായാലും തന്റെ മകനും മരുമകൾക്കും വേണ്ടിയിട്ട് പൊന്നൂനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും സൂര്യന് ജീവിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ജാനകിയുടെയും അബിയുടെയും സൂര്യയുടെയൊക്കെ ഒരു പുതിയൊരു മുഖമാണ്, അല്ലെങ്കിൽ പുതിയൊരു തുടക്കം തന്നെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ. എന്തായാലും പ്രതീക്ഷിക്കാത്ത പല ട്വിസ്റ്റുകളും ഇനി നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടിലുണ്ടായിരിക്കും. ഇനി എന്തൊക്കെയായിരിക്കും ഈ വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കുക, ജാനകിയുടെയും അബിയുടെയും ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാണാൻ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അളകാപുരിയിലുള്ള എല്ലാവരും ജാനകിയെ കളിയാക്കുന്നതും ജാനകിയെ കുത്തി നോവിക്കുന്നതും ഒരൊറ്റ കാര്യം പറഞ്ഞിട്ടാണ്. ജാനകി അനാഥയാണ് എന്ന് പറഞ്ഞ് ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് എപ്പോഴും ജാനകി എല്ലാവരും കുത്തി നോവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ ആ ജാനകിക്കും ഒരു അമ്മയും അച്ഛനുമുണ്ട്, ജാനകിക്ക് ഒരു കുടുംബമുണ്ട് എന്നൊക്കെയുള്ള സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ ഒരു അവസ്ഥയാണ് ഇനി ജാനകിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ വലിയ വലിയ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളായിരിക്കും. ആരും ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത സംഭവങ്ങളായിരിക്കും ഇനി അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോവുക. അപ്പോൾ ഇപ്പോൾ ഏഷ്യാനെറ്റില് 2 ദിവസം മുമ്പ് വന്ന ഒരു പ്രൊമോയാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു, അപ്കമിങ് എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ട് ഇനി വരാൻ പോകുന്ന ജാനകിയുടെയും അബിയുടെയും ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു പ്രൊമോ ആയിരുന്നു. ആ പ്രൊമോയിൽ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റിയത് വേറൊന്നുമല്ല, ഒരു പൂജ, ഒരു വീട്ടിലൊരു പൂജയ്ക്ക് വേണ്ടിയിട്ട് ജാനകിയും അബിയും ഒരുപാട് ആൾക്കാരുമായിട്ട് ആ പൂജയ്ക്ക് പങ്കെടുത്തു. പൂജയിൽ പങ്കെടുക്കുന്ന സമയത്ത് ആരാണ് ഈ പൂജ മൃത്യുഞ്ജയ ഹോമത്തിന് അങ്ങനെ ചെയ്തത്, ആരാണ്, അർച്ചന ആർക്കാണ്, ആരുടെ പേരിലാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ജാനകി എൻ്റെ പേരിലാണെന്ന് പറഞ്ഞ് ജാനകി മുന്നോട്ട് വരുവാണ്. മുന്നോട്ട് വന്നതിന് ശേഷം ജാനകി ഇരുന്നു. അപ്പോൾ എന്താ പേരെന്ന് പൂജാരി ചോദിക്കുകയാണ്. ജാനകി എന്ന് പറയുമ്പോൾ പൂജാരി തിരിച്ചടുത്ത ചോദ്യം വന്നത്, സീതാദേവിയുടെ പേരാണല്ലോ ജാനകി, ആട്ടെ അടുത്ത ജന്മനക്ഷത്രം എന്താണ്, ജാനകിയുടെ ജന്മനക്ഷത്രം എന്താണെന്ന് ചോദിച്ചപ്പോൾ ജാനകിക്ക് ഒരു ഉത്തരവും ഉണ്ടായിരുന്നില്ല. താൻ ജനിച്ച ദിവസം ഏതാണെന്ന് പോലും അറിയാതെ, തന്റെ അമ്മയും അച്ഛനും ആരാണെന്ന് പോലും അറിയാത്ത ജാനകിക്ക് തന്റെ ജന്മനക്ഷത്രം എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. ജാനകി ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം, അമ്മയുടെയും അച്ഛന്റെയും പേരെന്താണ്, കുടുംബം എന്താണ് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ പൂജാരി ചോദിച്ചു. ഇതൊക്കെ കേട്ടപ്പോൾ ജാനകിക്ക് ഒരുപാട് സങ്കടം തോന്നി. ഒപ്പം തന്നെ അബിക്കും നല്ല സങ്കടമായി. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ജാനകിയെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സ്ത്രീ മുന്നോട്ട് വന്നതിന് ശേഷം പൂജാരിയോട് പറയുവാണ്. അതിന് പൂജാരി, ഈ പെൺകുട്ടിക്ക് അമ്മയോ അച്ഛനോ ഒന്നുമില്ല, അവൾക്ക് കുലം പോലും ഇല്ല, അവൾ ആരാണെന്ന് പോലും അവൾക്ക് അറിയത്തില്ല, അവൾ ഒരു അനാഥയാണ് എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവർ പറഞ്ഞു. അത് കേട്ടപ്പോൾ എല്ലാവരും ആർത്തിച്ചിരിക്കുമ്പോഴും ജാനകി പൊട്ടിക്കരയുവാണ്. ഇത് കേട്ടിട്ട് അബിക്ക് സഹിക്കാൻ പറ്റിയില്ല. താൻ ഇഷ്ടപ്പെട്ട, താൻ ആഗ്രഹിച്ച പെൺകുട്ടിയാണ് ജാനകി. ആ ജാനകിയാണ് ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ജാനകിയെ തന്റെ മുന്നിൽ വെച്ച് കളിയാക്കി കഴിഞ്ഞാൽ ഒരിക്കലും അബി പൊറുക്കത്തില്ല. അബി മുന്നിലോട്ട് വന്നതിന് ശേഷം അബി തന്നെ പറഞ്ഞു, ജാനകിക്ക് ഞാനുണ്ട്, എന്തിനും ഏതിനും കൂട്ടായിട്ട് അവൾക്ക് ഞാനുണ്ട്, അല്ലാതെ വേറെ ആരും അവളെ കളിയാക്കേണ്ട ആവശ്യമില്ല എന്ന് അബി എടുത്ത് പറഞ്ഞു, ദേഷ്യപ്പെട്ടു. അതിനുശേഷം അബി പറയുവാണ്, ജാനകിക്കൊപ്പം ഞാനുണ്ട്, ജാനകിക്ക് ഞാനുണ്ട്, പൂജാരി പൂജകൾ തുടങ്ങിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. പൂജാരി പൂജകൾ ആരംഭിച്ചു. ആ സമയത്ത് ജാനകിയുടെ ചെവിയിൽ അബി ഒരു കാര്യം പറഞ്ഞു.
ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നിനക്കുണ്ട്. നിനക്ക് അച്ഛനുമുണ്ട്, അമ്മയുമുണ്ട്. നീ ജനിച്ച സ്ഥലം ഏതാണെന്നും എല്ലാം കൃത്യമായിട്ട് നിനക്ക് അറിയാവുന്ന ഒരു ദിവസം വരും, അല്ലെങ്കിൽ നിനക്ക് ജന്മനക്ഷത്രം വരെ ഉണ്ട് എന്ന് അഭി ജാനകിയോട് പറയുവാണ്. അപ്പൊ ഈ ഒരു കാര്യം കേട്ടപ്പോൾ ജാനകി ഒരുപാട് ഷോക്കായിപ്പോയി. താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തന്നെ പ്രസവിച്ച അമ്മയെ കാണാനായിട്ടാണ്, തന്നെ ജനിപ്പിച്ച അച്ഛനെ കാണാൻ വേണ്ടിയിട്ടാണ്. അച്ഛൻ, അമ്മ എന്ന് തനിക്ക് വിളിക്കാനായിട്ട് പറ്റുന്നവരെ കാണാൻ വേണ്ടിയിട്ടാണ് ജാനകി ഒരുപാട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ തനിക്ക് അമ്മയും അച്ഛനും കുടുംബവും എല്ലാം ഉണ്ട് എന്ന് അഭി തന്നോട് പറയുമ്പോൾ അത് കേട്ടിട്ട് ആരാണ് എന്ന് എടുത്തു ചോദിക്കാൻ വേണ്ടിയിട്ട് ജാനകിക്ക് തോന്നി. അത്രത്തോളം പ്രിയപ്പെട്ട വാക്കുകളായിരുന്നു അഭി ജാനകിയോട് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ജാനകി ഒരുപാട് ഷോക്കായി നിൽക്കുവാണ്. അതിനുശേഷം ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ എന്ന് പറയുന്നത് ഒരുപാട് സംഘർഷം നിറഞ്ഞ നിമിഷങ്ങൾ തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. പക്ഷേ അതിനകത്ത് അഭി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്, ഇത്രയും വർഷങ്ങൾ കല്യാണം കഴിഞ്ഞു, പൊന്നു ജനിച്ചു, പൊന്നുവിന് 5 വയസ്സുണ്ട്, അങ്ങനെ ഇത്രയും വർഷങ്ങളായി ഇപ്പോൾ അളകാപുരിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനും ജാനകിയെ കുറ്റപ്പെടുത്തുന്നത് ജാനകിക്ക് കുടുംബമില്ല അല്ലെങ്കിൽ അനാഥയാണ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടാണ് മുത്തശ്ശി പോലും ജാനകിയെ കളിയാക്കുന്നത്. അങ്ങനെയുള്ള ജാനകിക്ക് ഒരു കുടുംബമുണ്ട്, അച്ഛനും അമ്മയും ഉണ്ട്, ജന്മനക്ഷത്രം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കാണാൻ വേണ്ടിയിട്ടും ഒരുപാട് പ്രേക്ഷകർ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ആരായിരിക്കും ജാനകിയുടെ അമ്മയും അച്ഛനും എന്നായിരിക്കും ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ, എൻ്റെ മനസ്സിൽ അതാണ് തോന്നുന്നത്. ഇത് ഓരോ നിമിഷവും സക്കീർ ഹുസൈൻ ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ സക്കീർ ഭായി ഒരുപാട് രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട്. അന്ന് തന്നെ അച്ഛൻ എന്തുകൊണ്ട് ജാനകിയുടെ പേരിൽ ഈ ഒരു സ്വത്തുക്കൾ എഴുതി എന്ന് സക്കീർ ഭായിക്ക് അറിയാം. പക്ഷെ സക്കീർ ഭായി അത് ഒരിക്കലും പറയത്തില്ല. അത് മാത്രമല്ല, അങ്ങനത്തെ ഒരുപാട് രഹസ്യങ്ങൾ സക്കീർ ഭായിയുടെ മനസ്സിലുണ്ട് എന്ന് ചില നിമിഷങ്ങളിൽ കാണുന്ന എനിക്ക് പോലും തോന്നാറുണ്ട്. അപ്പോൾ പിന്നെ സക്കീർ ഭായിക്ക് അറിയാമോ ഈ ജാനകിയുടെ യഥാർത്ഥ കുടുംബം ആരാണെന്ന്? അല്ലെങ്കിൽ സക്കീർ ഭായിക്ക് അറിയാമോ? അതോ ഇനി നമുക്ക് അറിയാവുന്ന ആരെങ്കിലും ആണോ ജാനകിയുടെ അമ്മയും അച്ഛനും? അതോ ഇനി പ്രതീക്ഷിക്കാത്ത അതിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമോ എന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതോടുകൂടി ആ ഒരു നമ്മുടെ പ്രൊമോ അവസാനിക്കുമ്പോഴും ഇനി അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത് ഇനി എന്താണെന്ന് ഉദ്ദേശിക്കാമല്ലോ. ഇപ്പോൾ വലിയ പൊട്ടിത്തെറികൾ അളകാപുരിയിൽ നടക്കുമ്പോഴും ഓരോ നിമിഷവും ഓരോ ദിവസം കഴിയുന്തോറും എല്ലാവരുടെയും ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. ആഭരണയുടെയും അജയുടെയും ഒക്കെ ജീവിതത്തിലെ രഹസ്യങ്ങൾ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനി വരാൻ പോകുന്നത് ജാനകിയുടെ ജന്മരഹസ്യവും ജാനകിയെക്കുറിച്ചും എല്ലാം ആയിരിക്കും. ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ? ഇനി എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും, എന്തൊക്കെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റ ബൈ.